ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. സമയത 7:40 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു കന്നുപൂട്ടുണ്ട്. കന്നുപൂട്ട് മീൻസ് ഈ കാളകളെ വെച്ചിട്ട് നിലമൊഴുക. ഞങ്ങളുടെ കോഴിക്കോടൻ ഭാഷയിലേക്ക് അതിനെ മോരുക എന്ന് പറയും. അതുണ്ട്. ഇപ്പോഴുള്ള തലമുറ ഒന്നും ഇത് കണ്ടിട്ടില്ല. ഞാൻ പോലും ഇത് കണ്ടിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പോ ഇതൊന്ന് നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാം ഒന്ന് കാണിക്കാലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ ഇത്രയും കാലത്ത് തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ആ മൂരി ഒഴുകുന്ന ചേട്ടനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ. ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ പേരെന്താ? രാജൻ. രാജൻ. പാണ്ടികശാലപ്പുറത്ത് രാജൻ അല്ലേ? ഇപ്പൊ ഞങ്ങൾ ഇവിടെ കന്നുപൂട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. തുഷാരം ബ്ലോഗ്സ് എന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഇതിങ്ങനെ ഇളകുമ്പോ ഞങ്ങൾക്ക് പേടിയാണ്. നമ്മളെ തമർത്തുവോ? ആണല്ലേ? പേടി ഉണ്ടാവും. ഓക്കെ. അപ്പം കന്നുപൂട്ടുക ഇതിപ്പോ ഇല്ലെന്ന് തോന്നുന്നു. ഇതിപ്പോ നമ്മളെ എടുക്കപ്പെട്ടു പോയി. ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ട്രാക്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ് നില ഒഴുകുന്നത്. അപ്പൊ എത്ര മണിക്കാ ചേട്ടൻ വർക്ക് തുടങ്ങുക? ഞാനൊരു 6:30 ആകുമ്പോഴേക്ക്, കാലത്ത് 6:30 തുടങ്ങും. അപ്പൊ ഇരുടായിരിക്കും. ഇരുടായിരിക്കും. എന്നിട്ട് എത്ര മണി വരെ എടുക്കും? ഒരു 10-10:30 വരെ പോകും. 10:30 വരെ. അപ്പം നമ്മളിത് ആർക്കാണോ ഒഴുകുന്നത് അവിടുന്ന് ഒരു ചായ മാത്രം ചായ ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ എന്താണ് ഇതിന്റെ കൂലി? ഇപ്പൊ 2000 രൂപയാണ്. 2000 രൂപ. അതായത് 4 മണിക്കൂർ വർക്ക്. അത് ഏകദേശം എത്ര സ്ഥലം നമുക്ക് ഒരു 35 സെന്റോളം 35 സെന്റോളം നമുക്ക് ഉഴുത് മറിക്കാൻ പറ്റും. ഓക്കെ. ഇത് വലിയ വിലയുള്ള കാളകളാണോ? ഇത് ഈറ്റയ്ക്ക് ഒരു 80,000 റുപ്യോളം ഒരെണ്ണത്തിന്. രണ്ടിനും കൂടി. ഇത് ഞാൻ 51 വാങ്ങിയ. ഇത് ഒറ്റ. അപ്പൊ അതോ? അത് അതിന്റെ മുമ്പ് ഇന്ത്യയിലുള്ളതാ. 30 എല്ലാം കൂടി ഒരു 80,000 റുപ്യ. ഇത് ഈ ഉപകരണത്തിനൊക്കെ വില ഉണ്ടാവും. ഓഹോ, അതിന് 4,000 റുപ്യ എടുത്ത് കൂട്ടിച്ചോ. ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കുന്ന ആശാരിയുണ്ട്. ഒരു ഫർണിച്ചർ ആശാരി. അവര് നല്ല. എന്തായാലും ഇതിപ്പോ ഉള്ള പുതിയ തലമുറയ്ക്ക് തീരെ കാണാൻ കഴിയാത്ത, കാണാൻ കിട്ടാത്ത ഒരു കാര്യമാണല്ലേ? ഇനിയിപ്പം ചേട്ടനൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പോയി വീട്ടിലും പോയി. അല്ല, അടുത്ത തലമുറ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഒറ്റയാളും ഇല്ല. ഒരാളും ഇല്ല. ഇതിനൊന്ന് തൊടാൻ പറ്റുമോ? ഓ, ഒരു കുഴപ്പമില്ലതാ. ആണോ? നമ്മളെ തമർത്തുവോ? ഇല്ല. ആണല്ലേ? ഇവർക്കൊക്കെ പേരുണ്ടോ? ഇല്ല. പേരൊന്നും. എന്താ ഭക്ഷണം? പുല്ലല്ലാതെ മുതിര കൊടുക്കും. മുതിര. ഒരു ദിവസം എത്ര മുതിര കൊടുക്കണം? 1 കിലോ മുതിര കൊടുക്കും ഒരാൾക്ക്. രണ്ടിനും കൂടെ 1 കിലോ മുതിര. പിന്നെ പുല്ല് എങ്ങനെ? പുല്ല് പച്ചപ്പുല്ല്, അരിയും വൈക്കോല്. ജോലി കഴിഞ്ഞു പോയാലേ? അല്ല, പച്ചപ്പുല്ല് ഈ സീസണിലല്ലേ ഉണ്ടാവും? പിന്നെ ഉണക്ക കൊടുക്കും. അതിന് ഭയങ്കര വിലയല്ലേ? അല്ല, നെല്ല് കൊയ്യാനുണ്ട്. സ്വന്തം ഉണ്ട്. അപ്പൊ ഓക്കെ. കൊറേ സ്ഥലത്തുണ്ടോ? അതൊരു ഏക്കർ. അത് ഇവരെ വെച്ചിട്ട് തന്നെ ഒക്കെ വില പണിയാ. ഇതിനൊക്കെ ഓരോരോ പേരില്ലേ? ഇത് നൊകം, ഇത് കരു. പിന്നെ നമ്മള് വയലിലൊക്കെ ഒഴുകുമ്പോ ഇങ്ങനെ ഒരു ചെരുപ്പ് കാല. ചെരുപ്പ് കാല എന്നറിയാൻ അതിന്റെ മുകളിൽ കയറി. അപ്പൊ അന്നത്തെ കാലത്ത് അതിന്റെ ഒക്കെ ഒരു ചേറിന്റെ മണമൊക്കെ വരുമ്പോ ഭയങ്കര ഇതെല്ലാം നമുക്ക് ഉണ്ടാവുന്നല്ലേ? അന്ന് തൂപ്പൊക്കെ ഇട്ട് തൂപ്പൊക്കെ ആദ്യം വെട്ടിടും. ഞങ്ങൾ കുഞ്ഞുനാളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അത് എടുക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ വന്ന് ജോലി തടസ്സപ്പെട്ടു. ഒരു 2 മിനിറ്റ് അല്ലേ? 8 മണിയാവുന്നുള്ളിൽ 2 മണിക്കൂർ ജോലി. എന്നാ ആയിക്കോട്ടെ ചേട്ടാ, ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു കാര്യം കണ്ടതിലും. ഇത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. ഓക്കെ, താങ്ക് യു. വളരെ നന്ദി.